നമസ്കാരം. രണ്ട് പെൺകുട്ടികളെ സുരക്ഷിതമായിട്ട് നാട് കാണിക്കാൻ കൊണ്ടുപോയി അവസാനം ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ മുംബൈയിൽ ഇറക്കി വിട്ട നന്മമരം റഹീം. ആ നന്മമരത്തിന് മുകളിലുള്ള പിടി പോലീസുകാരങ്ങ് മുറുക്കിയിട്ടുണ്ട്. അയാൾക്കെതിരെ ഇപ്പൊ കൃത്യമായിട്ടുള്ള വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. ചുമ്മാതെ അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നില്ല. കുറേ മണിക്കൂറോളം അയാളെ ചോദ്യം ചെയ്തു. അയാൾ ആദ്യം പറഞ്ഞ കള്ളക്കഥയൊന്നും തന്നെ പോലീസുകാർ വിശ്വസിച്ചില്ല. അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ മണ്ടന്മാരെ അതൊക്കെ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനത്തെ കള്ളക്കഥയാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞതിൽ മുഴുവനായിട്ടും അസ്വാഭാവികതയായിരുന്നു. അപ്പൊ ഏതായാലും ആ കഥ അയാൾ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ആദ്യം പറഞ്ഞ വേർഷൻ അല്ല യഥാർത്ഥ വേർഷൻ. അതെന്താന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ നമ്മളോട് പറഞ്ഞത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടതാണ്. അന്നേരം ഇവരോട് കാര്യം ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പിന്തിരിഞ്ഞില്ല. അവസാനം ഇവരുടെ സേഫ്റ്റിയെ കരുതി, അവർക്കൊന്നും പറ്റരുത് എന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ട്, അവരോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഇവൻ കൂടെ പോയതാണത്രേ. എന്നിട്ട് സുരക്ഷിതമായിട്ട് മുംബൈയിൽ ഇറക്കി വിട്ടു. എന്നിട്ട് ആൾക്കാർ വിളിച്ചപ്പോൾ അവനങ്ങ് അഭിനയിക്കുക, ഞാനും ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് പേടിയാവുന്നു, എവിടെ പോയെന്ന് അറിയത്തില്ല, ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഉറപ്പായിട്ടും കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളോട് ഉറപ്പായിട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യാം എന്നാണ് ഇവൻ പറഞ്ഞത്. കള്ളക്കഥ. അവൻ അത്ര പെട്ടെന്ന് അവൻ കഥ മെനഞ്ഞെടുത്തു. പക്ഷെ ഇതല്ല യഥാർത്ഥ കഥ. ഇവർ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ആ യാത്ര പോയത്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മുമ്പാണ് കുട്ടികളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കുട്ടികൾ തങ്ങൾക്ക് ഇങ്ങനെ യാത്ര പോകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോയത് എന്നാണ് കുട്ടികൾ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 2 കുട്ടികൾക്കൊപ്പം ഈ യുവാവും ഈ കുട്ടികളുടെ യാത്രാ പ്ലാനിങ്ങിൽ പങ്കാളിയായി. ഇവർ 3 പേരും ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്താണ് ഈ യാത്ര നടത്തിയത് എന്നുള്ളൊരു സൂചനയാണ് പോലീസ് നൽകുന്നത്. ഈ ഇൻസ്റ്റഗ്രാം വഴി ഏതാണ്ട് 4 മാസം മുൻപ് മറ്റുമാണ് ഇൻസ്റ്റഗ്രാം വഴി ഈ റഹീം അസ്ലം കുട്ടികളുമായി പരിചയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർ സൗഹൃദം സ്ഥാപിക്കുന്നത്. ആ സൗഹൃദത്തിൻ്റെ പിൻബലത്തിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു പ്ലാനിങ് നടത്തി ഈ യാത്ര നടത്തിയതെന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ ഇപ്പോൾ താനൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള കേട്ടല്ലോ, ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. ഈ കുട്ടികൾക്ക് ഇതുപോലെ യാത്ര പോകാനൊക്കെ ഇഷ്ടമായിരുന്നു, സ്റ്റൈലായിട്ട് നടക്കാൻ ഇഷ്ടമായിരുന്നു. അതൊക്കെ ചിലപ്പോൾ ഇയാളോട് പങ്കുവച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇയാളായിരിക്കും ഒരുപക്ഷെ പ്രേരിപ്പിച്ചത്. ബാ നമുക്ക് പോയിട്ട് വരാം, ടൂർ പോകാം, യാത്ര പോകാം എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് പ്ലാൻ ചെയ്താണ് പോയത്. ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പോയിട്ട് ഇയാൾ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണെന്ന്. അതുകൂടാതെ തന്നെ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. അതിനകത്ത് ആ മുംബൈയിലുള്ള സലൂണിനെ കുറിച്ച് കുറേ സംശയങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചു. ആ സംശയങ്ങൾ മലയാളികൾക്കൊക്കെ ഉണ്ടാവും. കാരണം കൃത്യമായിട്ട് ഈ പെൺകുട്ടികൾ ആ സലൂണിൽ തന്നെ എങ്ങനെ പോയി? ഒരു മലയാളി നടത്തുന്ന സലൂണിൽ തന്നെ കൃത്യമായിട്ട് അവരെങ്ങനെ പോയി? അവരും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ പറഞ്ഞത് ഈ പെൺകുട്ടികളാണ് അവരുടെ ഫോൺ വാങ്ങിച്ച് റഹീമിനെ വിളിച്ചതെന്ന്. അതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടെങ്കിലോ? ചിലപ്പോൾ അവർ പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിലോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും കിട്ടാനുണ്ട്. ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പല പെൺകുട്ടികളും സുരക്ഷിതരല്ല എന്നാണ് അർത്ഥം. ഇവർക്ക് എന്തോ ഭാഗ്യത്തിനാണ് ആ പെൺകുട്ടികൾക്ക് ഒന്നും പറ്റാതിരുന്നത്. അതാണ് സത്യം. ആ മാതാപിതാക്കൾ ചെയ്ത എന്തോ ഒരു പുണ്യം. മാതാപിതാക്കളെ പഴിക്കുന്നവരുണ്ട്. ഇതിനകത്ത് മാതാപിതാക്കളെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശരിക്കും ഇവിടെ മാതാപിതാക്കൾ നിരപരാധികളാണ്. അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അച്ഛന്മാരെന്നും രാവിലെ പോവും, ജോലി ചെയ്യും, അധ്വാനിച്ച് ജോലി ചെയ്യും, കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. മക്കളിങ്ങനെ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ അവരെന്തു ചെയ്യാനാണ്? ഇതുപോലെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്പുകളിൽ ഈ കുട്ടികൾക്കൊന്നും സുരക്ഷിതമല്ല. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് പോലും സുരക്ഷിതമല്ല. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യമോ? ഒത്തിരി സ്ട്രേഞ്ചേഴ്സ് നമ്മുടെ അടുത്ത് കൂടും. നമ്മളോട് സ്നേഹമാണ്, സൗഹൃദമാണ്, പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അവർ ആക്ട് ചെയ്യുമായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടോ? തിരിച്ചറിവില്ല. അവർ വിചാരിക്കും സ്നേഹമാണ്, പ്രണയമാണ്. വീട്ടിൽ ഇതുപോലെ ആയിരിക്കും. വീട്ടിൽ മാതാപിതാക്കൾ കുട്ടികൾ വഴിപഴിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും മാതാപിതാക്കൾ നോക്കുന്നത്. അപ്പോൾ കുട്ടികൾ നോക്കുമ്പോൾ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പേരൻസിൻ്റെ അടുത്തൊന്നും ഒരു സ്നേഹവും ഇല്ല, പേരൻസ് സൗഹൃദമായിട്ട് ഇടപെടുന്നില്ല, തങ്ങൾക്ക് വേണ്ടതൊന്നും തന്നെ പേരൻസ് ചെയ്തു തരുന്നില്ല. പക്ഷേ പേരൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടാത്ത ആ ഒരു സാധനം ഈ സ്ട്രേഞ്ചർ കൊടുക്കും. സ്ട്രേഞ്ചർ ഭയങ്കരമായിട്ട് കരുതലും സ്നേഹവും ഒലിപ്പിച്ചൊലിപ്പിച്ചങ്ങ് ചെല്ലും. അപ്പം ഇത് കാണുമ്പോൾ ഇയാളാണ് നല്ലത് എന്ന് വിചാരിച്ച് ഇയാളുടെ കൂടെ പോവും. അതാണ് യാഥാർത്ഥ്യം. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എന്തുവാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ശ്രദ്ധിക്കുക, അവരുടെ ഫോൺ പരിശോധിക്കുക. അവരുടെ ഫോൺ പരിശോധിക്കാനുള്ള അവകാശം മാതാപിതാക്കൾക്കുണ്ട്. 18 കഴിഞ്ഞിട്ട് അവർ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. അതിന് മുമ്പ് അവരുടെ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏത് ആപ്പുകളിലാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിരിക്കണം.
നോക്കി വെച്ചിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. നാളെ ഇതുപോലെ പല കുട്ടികളും ഇതുപോലെ നാട് കാണാനാണെന്ന് പറഞ്ഞുകൊണ്ട് പോകും. പല മുതിർന്ന സ്ത്രീകളും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മുതിർന്നു പോയ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ സ്വയം അവരെ മുതിർന്നവരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് 17 കഴിഞ്ഞു, 18 ആകാൻ പോവുകയാണ്, ഞങ്ങൾ മുതിർന്നവരാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഇങ്ങനെയൊക്കെ പറയും. 15 വയസ്സായവരും പറയും എനിക്ക് 18 ആയെന്ന്. കാരണം അവരൊക്കെ മുതിർന്നു പോയി. അങ്ങനെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മുതിർന്നവരെയാണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ വല വീശി പിടിച്ചേക്കുന്നത്. ഈ മുതിർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മെച്യൂരിറ്റി വന്നു എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കും വിവരത്തിനും ഒക്കെ മെച്യൂരിറ്റി വരും, നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി വരും. പ്രായത്തിൻ്റെതല്ല ഈ മുതിർന്നു എന്ന് പറയുന്നത്. പ്രായം എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ്. 10ഉം 12ഉം വയസ്സിലെ നല്ല രീതിയിൽ കാര്യവിവരമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ മിക്ക കുട്ടികൾക്കും ആ വയസ്സിൽ കാര്യവിവരം ഒന്നും ഉണ്ടായിരിക്കത്തില്ല, കാര്യപ്രാപ്തി ഉണ്ടായിരിക്കത്തില്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതൊക്കെ റിയലൈസ് ചെയ്യാനും ഉള്ളൊരു കഴിവുണ്ടായിരിക്കത്തില്ല. അതിനാണ് ഈ ഏജ് പറയുന്നത്. ഒരു 10-25 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഒരു കാര്യപ്രാപ്തിയും കാര്യഗൗരവവും ഒക്കെ വരും, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വരും, നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കുകയാണോ മുതലെടുക്കുകയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് അതിനുള്ള പ്രാപ്തി നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികളെന്ന് പറയുന്നത്. ആ സമയത്ത് കുട്ടികളെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ പലർക്കും ഇപ്പം അത് ഇഷ്ടമല്ല. ഇപ്പോൾ ജനിച്ച ജനറേഷനിലുള്ള കുട്ടികൾക്ക് കുട്ടികളെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അവരെത്ര പെട്ടെന്ന് മുതിരാൻ നോക്കിയിരിക്കുകയാണ്. മുതിരണം. ഇതിന് മുമ്പുള്ള ജനറേഷനിലുള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കുട്ടിയായാൽ മതി എന്നാണ്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, എത്രയും പെട്ടെന്ന് മുതിരണം. എങ്കിൽ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. മുതിരാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ് കുറേ എണ്ണങ്ങൾ. അപ്പം ഇങ്ങനെ മുതിരാൻ വെമ്പി നിൽക്കുന്നവർക്കാണ് പണി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ആപ്പിലൂടെയൊക്കെ വന്ന് സൗഹൃദം സ്ഥാപിക്കുന്നവരൊക്കെ തന്നെ നമ്മളെ ആപ്പിലാക്കാനാണ്, നമ്മളെ കുഴിയിൽ ചാടിക്കാനാണ്. എന്നാലും ആ പെൺകുട്ടികളുടെ ധൈര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ് അവർ പോയത്? ആ സ്ഥലത്തൊക്കെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ഒരു രക്ഷയില്ല. എത്ര ഫോട്ടോസ് പോയി വൈറലായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, പോലീസുകാർ അന്വേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ട്രാപ്പിലായി ജീവിതം അവസാനിച്ചു പോയ എത്ര സ്ത്രീകളുണ്ട്. മുംബൈ പോലെയുള്ള നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പേരുകേട്ട നഗരമാണ്. ഇത്തരം കാര്യങ്ങൾക്കും ഇത്തരം ഗ്രൂപ്പുകളുടെയും പേരുകേട്ട നഗരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൈ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഗോവിന്ദ. പിന്നെ ഒന്ന് തിരിച്ചു പോയാൽ മതിയായിരുന്നു, എൻ്റെ അച്ഛനെയും അമ്മയും കാണണം, എനിക്ക് പഠിക്കണം, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നിങ്ങളൊക്കെ കരയും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങൾ കാണും. നാട് ചുറ്റണം, ലോകം കാണണം എന്നൊക്കെ ആഗ്രഹം കാണും. അതിന് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. പഠിക്കുക, ജോലി വാങ്ങിക്കുക, കാശുണ്ടാക്കുക സ്വന്തമായിട്ട്, എന്നിട്ട് നിങ്ങൾ ടൂർ പോവുകയോ എവിടെ വേണമെങ്കിലും പോകും. അതിനു മുമ്പ് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒപ്പം ഇറങ്ങി തിരിക്കാതിരിക്കുക. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്? ഇനി ആ സലൂൺ ഉടമയുടെ പേരിലും പല കാര്യങ്ങൾ കാണും. അവരെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോഴാണ് അവർക്കൊക്കെ പല ഗ്യാങ്ങുമായിട്ടും പല ഗ്രൂപ്പുമായിട്ടും ബന്ധം കാണും.